ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മലേഷ്യയിലെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ മെയിൻലി പോകുന്നത് ബാട്ടു കേവ്സിലും ജെൻറ്റിങ് ഹൈലാൻഡ്സിലുമാണ്. ബാട്ടു കേവ്സ് എല്ലാവർക്കും അറിയാം, മുരുകൻ്റെ ഗോൾഡൻ സ്റ്റാച്യു ആണ് അവിടെയുള്ളത്. പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഫുഡ് സ്റ്റെപ്സ്, ഓൾമോസ്റ്റ് 272 റെയിൻബോ കളേർഡ് സ്റ്റെപ്സ് ഉണ്ട് ഈ മുരുകനോട് തൊട്ടടുത്ത് തന്നെയായിട്ട്. ഈ ജനുവരി ആണിത് പിന്നെയും ഓപ്പൺ ആയത്. ബാട്ടു കേവിനെ മുരുകനെ ടെമ്പിളായിട്ട് എടുക്കാൻ കാരണം, ഈ കേവിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ മുരുകൻ്റെ വേലിനുമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. ബാട്ടു കേവ്സിൽ വരുമ്പോൾ തന്നെ ഈ ഒരുപാട് പ്രാവുകളെ കാണാം, ഇഷ്ടംപോലെ പ്രാവുകൾ. അപ്പോൾ ഫോറിനേഴ്സൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടതാണ്, മുത്തപ്പനും. പിന്നെ ഇവിടെയാണ് കബാലി മൂവി ഷൂട്ട് ചെയ്യാൻ രജനീകാന്ത് വന്നത്, കണ്ടോ? അപ്പോൾ നല്ല റഷുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അവിടെ തന്നെ ഉള്ളത്. പിന്നെ ടെമ്പിളിൽ പോവുകയാണെങ്കിൽ ടെമ്പിളിൻ്റെ ഈ കളർഫുൾ സ്റ്റെപ്സ് ആക്ച്വലി നമ്മുടെ മയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മയിലാണ് മുരുകൻ്റെ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഫുഡ് സ്റ്റെപ്സ് ഇത്രയും കളർഫുള്ളാക്കി വെച്ചത്. ഇതൊക്കെ കയറുന്നത് കുറച്ച് പാടാണ്, എന്നാൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഒരു 100 സ്റ്റെപ്സ്. ഭയങ്കര വ്യൂ ആണ് മേലെ കയറിയാലുള്ള. അവിടുന്ന് നമ്മുടെ മലേഷ്യ ഇങ്ങോട്ട് കാണുന്നതും നല്ല രസമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കാണുമ്പോഴും മുകളിലെ ഭാഗത്തും ഒക്കെ നല്ല ഭംഗിയാണ്. ഉൾഭാഗത്ത് ഇവിടെ ചെറിയൊരു ഹോളിൽ കൂടെ മേലെ സ്കൈ കാണാം, ഭയങ്കര ഭംഗിയാണ്. ഇത് ഓൾമോസ്റ്റ് 400 മില്യൺ ഇയേഴ്സ് ഒക്കെ ഉള്ള ഒരു ലൈം സ്റ്റോൺ കൊണ്ടുള്ളതാണ് കേവ്. ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട്. അപ്പം മങ്കീസിനെയും മയിലിനെയും ഒക്കെ കാണാം. കുരങ്ങന്മാർ നമ്മുടെ ക്യാപ്പും ഫോണും ഒക്കെ പേഴ്സും എടുത്ത് കൊണ്ടുപോകാണ്ട് ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ബാട്ടു കേവ്സിൽ വന്നാൽ ലൈം സ്റ്റോൺസ് കൊണ്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് അതൊന്നും ടച്ച് ചെയ്യാൻ നിൽക്കരുത്. ടച്ച് ചെയ്താൽ ഇതൊന്നും വളരില്ല എന്നാണ് പറയുന്നത്. ഈ കേവ് കംപ്ലീറ്റ്ലി ഉള്ളത് നാച്ചുറലായിട്ടുള്ള ലൈം സ്റ്റോൺസ് ആണ്. പിന്നെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ സ്റ്റെപ്സും ഒക്കെ കൂടി നല്ല അടിപൊളി ഒരു ടെമ്പിളാണ്. അതിനെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുന്നതാണ് അതിൻ്റെ ഭംഗി, അല്ലേ? ആണ്. പിന്നെ ഈ ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഒരു ഹനുമാൻ ടെമ്പിളും ഒരു മുരുകന് 2 വൈഫ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പം ആ ടെമ്പിളും ഒക്കെ താഴെ ഉണ്ട്. അവിടെയും കൂടി കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉള്ളിലാണെങ്കിലും കണ്ടോ, കോഴിയുണ്ട്. പിന്നെ ഉള്ളൊന്ന് മുകളിലോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ്. ആ ലൈം സ്റ്റോൺസിൻ്റെ ഉള്ളിൽ കൂടെ സ്കൈ കാണുന്ന വ്യൂ. ഇത് ആക്ച്വലി ഈ ടെമ്പിൾ മാത്രമല്ല, വേറെ കേവ് എക്സ്പ്ലോറേഷനും കൂടി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ ടെമ്പിളിലെത്തി. അവിടെ നല്ല തണുപ്പാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മുരുകൻ്റെ ടെമ്പിളിൽ മുകളിലെത്തിയപ്പോഴുള്ള ഒരു ചെറിയ കുട്ടി വീഡിയോ. ബാട്ടു കേവിനെ പറ്റി പറഞ്ഞാൽ അതിൽ ഡാർക്ക് കേവ്, രാമായണ കേവ്, അങ്ങനെ കേവ്സ് കുറേ ഉണ്ട്. മുന്നേ ഇങ്ങനെ കേവിനുള്ളിലോട്ട് പോകാനും ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് ആൾക്കാർക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ബട്ട് ഒരാൾ ഇതിനിടയിൽ മിസ്സിങ് ആയി. അതിനുശേഷം വലിയ ഇഷ്യൂ ഒക്കെ വന്ന് പിന്നെ കേവിനുള്ളിലോട്ട് അങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള കാര്യത്തിൽ പോകുന്നത് ഇപ്പം അലോ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലായത്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തത് ജെൻറ്റിങ് ഹൈലാൻഡ്സ് ആണ്. പറയുമ്പോൾ തന്നെ ഐലൻഡ് എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഐലൻഡ് അല്ല, ഹൈലാൻഡാണ്. ടോപ്പ് ഓഫ് ക്ലൗഡ്സ് ആണ് ഈ സംഭവം വരുന്നത്. ഇത് നമ്മുടെ കോലാലംപൂറിന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്നത് സിറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നു. ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ എത്തണമെങ്കിൽ കേബിൾ കാർ വഴിയാണ് പോകാൻ പറ്റുള്ളൂ. താഴെ ഒരുപാട് മൗണ്ടെയ്ൻസിന് താഴെ കഴിഞ്ഞിട്ടാട്ടോ ജെൻറ്റിങ് ഹൈലാൻഡ്സിലെത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് കേബിൾ കാർ വഴി മുകളിലോട്ട് പോകണം. നമ്മൾ പോയ സമയത്ത് കറക്റ്റ് അതിലെ പഴയ കേബിൾ കാറേ കിട്ടിയുള്ളൂ. ന്യൂ കേബിൾ കാർ അതിൻ്റെ സർവീസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ചിൻസ്വി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ നമുക്ക് കിട്ടിയില്ല. അതിന് പോകണമെങ്കിൽ പുതിയ കേബിൾ കാർ വേണമായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റില്ല. ഇതാണ് കേബിൾ കാർ. കേബിൾ കാർ നിൽക്കില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ അടുത്തെത്തുമ്പോൾ സ്ലോ ആകുമ്പോൾ നമ്മളതിൽ കയറുക എന്നുള്ളതേ. നല്ല വ്യൂ ആണ്. ഹൈറ്റിലോട്ട് പേടിയുള്ള ആൾക്കാർക്ക് ചിലപ്പം, എന്നാലും പേടിയുള്ള ആൾക്കും വലിയ ബുദ്ധിമുട്ട് വരില്ല അതിൽ കയറുമ്പം. കാരണം നല്ല രസമുള്ള റൈഡാണ്. ഒരുപാട് നമ്മുടെ ഒരു 6 ആളെങ്കിലും ഉണ്ടാവുമല്ലോ, 4 6 ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ്. താഴെ നിന്ന് കയറുമ്പം തന്നെ ചിലപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവരത് ഫ്രെയിം ചെയ്ത് നമുക്ക് കാണിച്ചു തരും. വേണമെന്നുള്ളത് നമുക്കതിന് അത്യാവശ്യം നല്ല റിങ്കറ്റ് പറയുന്നുണ്ട്. 100 റിങ്കറ്റ് പറഞ്ഞു, അങ്ങനെ എത്രയോ റിങ്കറ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല.
ജെൻറ്റിങ് ഹൈലൻഡ്സിനെ പറ്റി അതിൻ്റെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ അതൊരു ഒരു ചൈനീസ് ബിസിനസ്മാൻ മിസ്റ്റർ ടാൻ ശ്രീ ലിം ഗോത്തോങ്, അദ്ദേഹത്തിൻ്റെ പേരതാണ്. അപ്പോൾ മൂപ്പര് ഈ സ്ഥലം വാങ്ങിക്കുക ചെയ്തത് മലേഷ്യയിൽ നിന്ന്. അത് അവരുടെ വിഷൻ ഫോർ മൗണ്ടെയിൻ്റെ മുകളിൽ ഒരു റിസോർട്ട് എന്ന ഒരു ആശയത്തിൻ്റെ മുകളിൽ മൂപ്പര് വാങ്ങിച്ചതാണ്. ഈ ഇത്രയും സ്ഥലം, ഒരുപാട് സ്ഥലം വരുന്നുണ്ട്. ഇവിടെ എത്തണമെങ്കിൽ പോലും ഒരു 20 കിലോമീറ്റേഴ്സ് റോഡ് വഴി, നമ്മുടെ വയനാട്ടിലെ ചുരമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു 6 വരി പാത വരുന്നുണ്ട് ചുരത്തിൻ്റെ മുകളിലേക്ക്. അതിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് ഫോറസ്റ്റാണ്. നമ്മുടെ ഗൈഡ് പറഞ്ഞു അവിടെ വൈൽഡ് ആനിമൽസും ഒക്കെ വരുന്ന ഏരിയ ആണെന്നുള്ളത്. ഇവിടെയാണ് മലേഷ്യ ഫസ്റ്റ് ലൈസൻസ്ഡ് കാസിനോ വരുന്നത്. കാസിനോ 1969 അപ്രൂവൽ വന്നത്. അപ്പോൾ മലേഷ്യൻ ഗവൺമെൻറ്റിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ വെച്ചത്. കാരണം ഒരു മുസ്ലിം കൺട്രിയിൽ കാസിനോ ഒന്നും അത്ര അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ ഇത് വരുന്നത് 2 സ്റ്റേറ്റ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പഹാങ് ആൻഡ് സെലങ്ങോർ 2 സ്റ്റേറ്റ്സിൻ്റെയും കൂടെ സ്ഥലം മൂപ്പര് വാങ്ങിച്ചിട്ടാണ്. ഇതൊരു പ്രൈവറ്റായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ കൺട്രിയിൽ കേട്ടോ, മലേഷ്യയിൽ. ഇവിടുത്തെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള റോഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നത്. 20 കിലോമീറ്റേഴ്സ് വരുന്ന റോഡ് ഞാൻ പറഞ്ഞല്ലോ, 1965 to 1969. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിഷൻ ആയിരുന്നു, ഇങ്ങനെ ഒരു മൗണ്ടെയിൻ റിസോർട്ട് വരണമെന്നത്. ഇവിടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവരുടെ എന്താ പറയുക ബുദ്ധിയിൽ ആദ്യമേ വന്നിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു പോയത് 2007 വേൾഡിലെ 3rd റിച്ചസ്റ്റ് മാൻ ആയിരുന്നു. $4.3 ബില്യൺ ഉള്ളത്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ബാക്കി നമ്മൾ ഫുഡ് കഴിച്ചത് സോൾഡ് ഔട്ട് എന്നായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ ഒരു ഐറ്റവും കൂടെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ലൈസൻസ്ഡ് കാസിനോസ്, പിന്നെ ഷോപ്പിംഗ് മാൾസ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പാർക്കിൽ ഔട്ട്ഡോർ തീം പാർക്ക് കൂടെ ഉണ്ട്. അതും അടിപൊളിയാണ്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് നമുക്ക് അവിടെ ടൈം വളരെ കുറച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ഔട്ട്ഡോർ തീം പാർക്ക് കാണാൻ പറ്റിയില്ല. ബട്ട് മൊത്തത്തിൽ ഒരു വേറെ വേൾഡ് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാനുള്ളത് തന്നെ ഉണ്ട്. ഒരു 1 ഡേ ടോട്ടലി അവിടെ പോയിരുന്നാലും വേർത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ചു പോകേണ്ട കേബിൾ കാർ വന്നു. പുതിയ കേബിൾ കാർ ആണെങ്കിൽ താഴെ ഫ്ലോറിൻ്റെ ഏരിയയും കൂടെ ഗ്ലാസ്സാണ് വരുന്നത്. അത് നമ്മൾ മണാലി പോയപ്പോൾ കയറിയിരുന്നു, അത് ആ മോഡൽ കേബിൾ കാറിൽ. ഇതിൽ ഫ്ലോറ് ഗ്ലാസ് അല്ല, അതുകൊണ്ട് അത്ര അധികം പേടി വരില്ല. ഇത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ മോൻ എണീറ്റു. പോകുമ്പോഴും മോൻ കുറച്ച് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. മോൻ തിരിച്ചു വരുമ്പോൾ എണീറ്റതുകൊണ്ടൊക്കെ കാണാൻ പറ്റി. നല്ല തണുപ്പാണ്. കോലാലംപൂരിനേക്കാളും എന്താ പറയുക ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. ഈ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത് കേട്ടോ. പിന്നെ പൂളിലൊക്കെ ഇറങ്ങി അത് എക്സ്പ്ലോർ ചെയ്തു. പൂളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഇനി ആ വീഡിയോ ബാക്കി കാണാം. പിന്നെ നമ്മൾ നേരെ പൂളിലെത്തിയത് വേർത്താണ്.
കാരണം ഈ ട്വിൻ ടവറും KL ടവറും ഒക്കെ നല്ല വ്യൂ ആണ്. ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് വെള്ളത്തിലിറങ്ങിയൊക്കെ നല്ല കിടിലം ഫോട്ടോ എടുക്കാം, നന്നായി സ്വിം ചെയ്യാം. എൻ്റെ സിറ്റി കാണാം കോലാലംപൂർ. പിന്നെ ഏട്ടനും നന്നായി ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പിന്നെ പേടിച്ച് കുറച്ച് വെള്ളത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ മേലുള്ള വ്യൂ, കിടിലം വ്യൂ ആണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മലേഷ്യ എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നാണ്. കാരണം നമ്മൾ പോയതൊരു പാക്കേജാണ്, കൈരളി ട്രെയിൽസിൻ്റെ 35K ഒരാൾക്കായുള്ളൂ. അപ്പം നമുക്ക് ഇത്തിരിയെങ്കിലും ലൈഫിൽ നല്ലോണം ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ കാണാനും, പിന്നീട് ആലോചിക്കുമ്പം ഞാൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്താൽ മാത്രമല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണും കൂടി ചെയ്തിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു നല്ല ഫീലല്ലേ. പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെയും കൂടി ആകുമ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ കാണാം.